അസ്സലാമു അലൈക്കും. വെൽക്കം ടു shainus.com. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ റെസിപ്പി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ചെറിയ ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ്. അതെന്താണെന്ന് നോക്കാം. ഇതുപോലെ നമ്മളുടെ വീട്ടിനകത്ത് പൊട്ടിയ ഗ്ലാസ് ഉണ്ടാവും, നമ്മളത് സാധാരണ കളയാറാണ് പതിവ്. ഇങ്ങനെ പൊട്ടിയ ചായ ഗ്ലാസ്സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കത് എങ്ങനെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിനകത്ത് അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇതിങ്ങനെ വെഡ്ജൊക്കെ നല്ല ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ കൊണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്, കൈ കീറും. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഉരച്ചു കൊടുക്കണം, കൈ കീറാതിരിക്കാൻ വേണ്ടിയിട്ട്. എഡ്ജിലൊക്കെ നമുക്കൊന്ന് ഉരച്ചു കൊടുത്താൽ ഷാർപ്പായിട്ടുള്ള ഭാഗം പോയി. ഇതുപോലൊരു ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്കിതിൻ്റെ എഡ്ജിലോട്ട് തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എഡ്ജിലുള്ള ഷാർപ്നെസ് പോവും. നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങുമ്പോൾ വൈറ്റ് കളറ് പോകും, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. ഇവിടെ തേക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ എല്ലാ ഭാഗവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെയും കൂടെ നമ്മളിത് തേച്ച് കൊടുക്കാം. ഇത് നമുക്കിനി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ഡിസൈനും കൂടെ ഇതിനകത്ത് ചെയ്യാം, കാരണം ഇതിനകത്ത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 3D ഗ്ലിറ്റർ വെച്ചിട്ട് നമുക്കിതിലൊരു ഡിസൈൻ കൊടുക്കാം. ഗ്ലാസിൻ്റെ ഇവിടെ ഒരു ഡിസൈനുണ്ട്, ആ ഡിസൈനിൻ്റെ മുകളിലൂടെ നമ്മൾ വരച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലോട്ട് വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്കായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. നമ്മളിതുപോലെ ചെയ്തിട്ട് നമുക്കിതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഭാഗത്ത് കൊടുക്കുന്ന കളറ് മറ്റേ കളറിലോട്ട് ഒലിച്ചിറങ്ങും. എന്നുവെച്ചാൽ ഇത് ലിക്വിഡായിട്ടാണ് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളൊരു ഭാഗത്ത് കൊടുത്തു കഴിയുമ്പോൾ മറ്റു ഭാഗത്തോട്ട് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലോക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഔട്ട്ലൈനർ എടുക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ലൈനാണ് വരുന്നത്. അപ്പോൾ ഇത് 3D ഗ്ലിറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആ ഗിൽറ്റിൻ്റെ തിളക്കവും കിട്ടും, ഗ്ലാസ് പെയിൻറ്റ് ബ്ലോക്കായി കിടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഇതുപോലെ ഒരു പാർസൽ പൊതിയുന്ന പാത്രം എടുത്തിട്ട് നമുക്കിത് നമ്മളെ ഗ്ലാസ്സിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെഴുകുതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലൊരു മൂടി എടുത്തിട്ട് ആ സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് നീക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു പാത്രം കിട്ടും. ഞാനൊരു കാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ സെൻറ്ററിലൊരു നൂല് വെച്ചിട്ട് കുറച്ച് മെഴുകുതിരി എടുത്തിട്ട് ഉരുക്കിയിട്ട് നമുക്കിതിനകത്തോട്ട് ഒഴിച്ച് നോക്കാം. കാൻഡിലിനകത്ത് ചെറിയൊരു ക്രയോൺസിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കളറായിട്ടുള്ളത്. ഒരിക്കൽ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെച്ച് പെട്ടെന്ന് തന്നെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാം. അപ്പോൾ തണുക്കുമ്പോൾ നമുക്കത് സെറ്റായി കിട്ടും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നേ ഉള്ളൂ, ഞാൻ വെറുതെ ഒരു രസത്തിന് ഉണ്ടാക്കിയതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇനി ഇത് സെറ്റാകുന്നവരെ നമുക്കൊന്ന് കാത്തു നിൽക്കാം. അപ്പോൾ നമ്മളുടെ കാൻഡിൽ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ആ സിൽവർ കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വൈറ്റൊക്കെ ഉണങ്ങിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ ഇതല്ല, കണ്ടോ, നമുക്ക് ഇവിടുത്തെ ഷാർപ്നെസ്സൊക്കെ പോയി നല്ല സ്മൂത്തായിട്ടുണ്ട്, ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ഉണങ്ങിയപ്പോൾ അതിൻ്റെ കളർ പോയി ഗ്ലാസിൻ്റെ കളറാണ് ഇപ്പം കാണുന്നത്. ഇനി നമുക്കിതിനകത്ത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് പെയിൻറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലാറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് ഒലിച്ചിറങ്ങും. റൗണ്ടിൽ കിടക്കുന്നുണ്ട്, ഈ ഷേപ്പിലായതുകൊണ്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ആ ബോട്ടിൽ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ പരത്തി കൊടുത്താൽ മതി. എയർ ബബിൾ വരാതെ നോക്കണം. എയർ ബബിൾ വന്നാൽ അത് പൊട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് അപ്പുറത്തോട്ട് പെയിൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗിൽറ്റ് വെച്ചിട്ട് വരച്ചത്.
ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് അടുത്ത കളർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒലിക്കുന്ന മുമ്പ് തന്നെ നമുക്കത് ഒലിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓരോ കളർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉണങ്ങുന്നതിനനുസരിച്ച് ഉടനെ തന്നെ നമുക്കിതിങ്ങനെ ഫ്ലാറ്റായിട്ടുള്ള ഗ്ലാസ് ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ തിരിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ഒലിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നതിന് ശേഷം നമുക്ക് അപ്പുറത്തെ കളറ് ചെയ്യാം. നമ്മൾ അല്പം ക്ഷമയോട് കൂടി വേണം ഇതൊക്കെ ചെയ്യാൻ. പെയിൻറ്റ് മൊത്തമായിട്ട് ഇങ്ങനെ ബോട്ടിൽ നിന്ന് ചാടാതെ നോക്കണം. ഒരു കുറച്ചെടുത്തിട്ട് നമ്മളതിൻ്റെ നോസിൽ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് പെയിൻറ്റ് കൂടുതലാവുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്നതിനനുസരിച്ച് സൈഡിൽ കട്ടിയായിട്ട് പോകും. നോസിലിൻ്റെ അറ്റത്ത് എയർ ബബിൾ വേണം. അങ്ങനെ ബബിൾ വരുമ്പോൾ ഇത് കളഞ്ഞിട്ട് വേണം നമ്മൾ പെയിൻറ്റ് കൊടുക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ബബിൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഗ്ലാസിൻ്റെ വർക്കൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് മുത്തൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ക്യാൻഡിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാൻഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വീട്ടിലുള്ള പല ഉപയോഗശൂന്യമായ സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ പല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.